വെൽക്കം ബാക്ക് ടു ലുലു വീക്കെൻഡ് അറേബ്യ. വികസനവും അതിൻ്റെ കുതിപ്പും നല്ലതു തന്നെ. അതിനെ പ്രണയിക്കുന്നവരാണ് പ്രവാസി സമൂഹവും. എന്നാൽ ഈ കുതിപ്പിനിടയിൽ തകർന്നു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. അതേക്കുറിച്ച് വേവലാതി ആരെയും അലട്ടുന്നില്ല. എങ്കിൽ ആ വികാരം ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ കൊച്ചു സിനിമയെ വേറിട്ടതാക്കി മാറ്റുന്നത്. വികസനത്തിന് പിന്നാലെയാണ് ലോകം. നാട്ടിലും ഗൾഫിലും ദിവസമെന്ന പോലെ വമ്പൻ പദ്ധതികൾ വരുന്നു. ഇന്ന് ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒന്നല്ല വികസനം. എന്നാൽ വികസനത്തിന്റെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാനാകാതെ ഒലിച്ചു പോകുന്ന ചില കൊച്ചു ജീവിതങ്ങളുണ്ട്. അവരിൽ ഒരാളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് സുലൈമാനി എന്ന ഹ്രസ്വചിത്രം. മുസക ഒരു സുലൈമാനി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ വർമ്മ. കൊടുങ്ങല്ലൂരാണ് സ്വദേശം. കഴിഞ്ഞ 20 വർഷമായിട്ട് UAE ഒരു ബാങ്കറായിട്ട് ജോലി ചെയ്യുന്നു. സുലൈമാനി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഞാനാണ് ചെയ്തിരിക്കുന്നത്. ദേറ, ദുബായ് ഭാഗങ്ങളിൽ പഴയൊരു ഇടവഴികളിലൊക്കെ പഴയൊരു പെട്ടിക്കട കാണാറുണ്ടായിരുന്നു. അവിടെ ഇളനീര് കുടിക്കാനും ചായ കുടിക്കാനൊക്കെ പല ആൾക്കാരും വന്നു പോകുന്ന അങ്ങനെയുള്ള കടകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ കടകളില്ല. അപ്പം അങ്ങനെയൊരു കടയായിരുന്നു എൻ്റെ മനസ്സിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തത്. 2010 ഈ കഥ എഴുതുന്നത് ആക്ച്വലി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പലപ്പോഴും ഈ നഗരവികസനവും മൾട്ടിനാഷണൽ കമ്പനികളുടെ മുന്നേറ്റവും ഒക്കെ വരുന്നതിന് അനുബന്ധിച്ച് ഒരു സാധാരണക്കാരുടെ ലൈഫിൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ള ഒരു തീം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ കഥ ഗ്രോസറി ഒരു ചായക്കടയായിട്ട് ഒരു കമ്പയർ ചെയ്തിട്ട് എഴുതാൻ. നടത്തോട്ടൊന്നുമില്ലേ? എനിക്ക് 1 ദിവസം 2 ദിവസം മതി നടത്തോട്ടൊക്കെ. പിന്നെ നടന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവരെ പോലെ ചിക്കനും മട്ടനൊക്കെ കഴിക്കുക, പിന്നെ അതൊക്കെ കത്തിച്ച് കളയാൻ രാവിലെ കിടന്നങ്ങോട്ട് ഓടുക. എന്താ ഡോക്ടറെ, ശരിയല്ലേ? കേട്ടത് ഇതില് ഡോക്ടർ രാജഗോപാൽ എന്ന ക്യാരക്ടറാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പം ഇതിൻ്റെ കഥ ഡയറക്ടർ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു പ്രൊഫൈൽ ആണ് എൻ്റെ ഈ ഒരു ചിത്രം. അല്ല ഡോക്ടറെ, അറിയാനേ ചോദിക്കുക, ഈ അന്താരാഷ്ട്ര വിപണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ പൂരത്തിനായിട്ടും വലുതാ? എന്റെ നമ്പൂരിച്ച, ഇത് പൂരോ ഉത്സവമൊന്നുമല്ല. ഇത് വൻകിട കമ്പനികൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാനും നിക്ഷേപിക്കാനും ഒക്കെയുള്ളൊരു സംരംഭമാണ്. ചിലവൊക്കെ ഇച്ചിരി കൂടും, പക്ഷെ കണ്ടമാനം ജോലി സാധ്യതയും വികസനവും ഒക്കെ ഉണ്ടാകും. അത് തീർച്ച. എന്തെങ്കിലുമൊക്കെ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടണം, അല്ലേ ഭായ്? അപ്പോൾ ഡയറക്ടർ എന്നോട് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നിബന്ധനകളുണ്ടായിരുന്നു. ഡോക്ടർ രാജഗോപാലിൻ്റെ ക്യാരക്ടർ ഇതായിരിക്കണം, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ ആയിരിക്കണം, അദ്ദേഹത്തിൻ്റെ ലുക്ക്, അദ്ദേഹത്തെ ഇരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ എല്ലാ ചലനങ്ങളും എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഡയറക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹായ്, നമസ്കാരം. എൻ്റെ പേര് താഹിർ ഹംസ. ഈ സുലൈമാനി എന്ന പ്രൊജക്റ്റിൻ്റെ എഡിറ്ററാണ്. പിന്നെ ഇതിനകത്ത് 2 റോളാണ് ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒന്ന് എഡിറ്ററും പിന്നെ റോയ് എന്നൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റും. പുരോഗതി എന്നൊക്കെ പറഞ്ഞാ പിടിച്ചാ കിട്ടാത്ത പുരോഗതിയായിട്ടാ വരാൻ പോണത്. പക്ഷെ എവിടെയോ എന്തോ ഒരു പന്തികേടുണ്ടോന്നൊരു സംശയം. ഇതൊക്കെ നമ്മളെ പുകച്ച് പുറത്തിയാടിക്കാനുള്ള പരിപാടിയല്ലേന്ന്. നോക്കിയേ, നിങ്ങൾ പോലെ അറിയാണ്ട് ഇങ്ങോട്ട് 1 രൂപ സുലൈമാനി 5 രൂപ മാറൂട്ടോ. അതോടെ നമ്മുടെ ചായ കൂടി നിൽക്കും. പിന്നെ ഇതിൻ്റെ കളർ കറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് നിഷാദ് തിരുമല. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന മൻസൂർ അമീബ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നമാണ് ഈ ഒരു സുലൈമാനി എന്നൊരു പ്രൊജക്ട്. പള്ളിയിലേക്ക് പുറപ്പെട്ടെ. ഇതാരൊരു പുതിയ ശൈത്താൻ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. എൻ്റെ നാട്ടിൽ മൂസക്ക ഇപ്പൊ വീട്ടിലാണേ.
2-3 മാസമായി ജോലിയൊന്നും തരായിട്ടില്ല. നല്ലോണം പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്താ കാര്യം? അതാപ്പ പ്രശ്നം. പഠിപ്പ് അധികമായിട്ടുണ്ടാവും. അനക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ? എന്നാ ഈ രക്ഷപ്പെടും. കഥ മനസ്സിലുള്ളപ്പോൾ അതിൻ്റെ ലൊക്കേഷന് വേണ്ടി ഞങ്ങൾ കുറേ ലൊക്കേഷൻ ഹണ്ട് നടത്തി. ഇതുപോലത്തെ ഒരു കട കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. ഞങ്ങൾ ഒരു 50ഓളം കടകൾ ഞങ്ങൾ അതിൻ്റെ സെർച്ചിന് പോയി. മിക്കവാറും എല്ലാ എമിറേറ്റുകളും ഞങ്ങൾ കവർ ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം റാസൽ ഖൈമ ഭാഗത്ത് ഒമാൻ ബോർഡറിൽ ഒരു കട ഞങ്ങൾക്ക് കണ്ടു. അത് എൻ്റെ മനസ്സിലുള്ളൊരു കട പോലെ തോന്നിയപ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടി ആ കടയുടെ ഒരു സെറ്റപ്പ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു UAE ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഞങ്ങൾ സെറ്റിട്ട് കടയുടെ സെറ്റാക്കി പണി ചെയ്യാൻ മടിയുണ്ടായിട്ടല്ല, പഠിത്തം കൂടിയെന്ന് പറഞ്ഞ പല ജോലിയും നഷ്ടപ്പെട്ട. ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ആലോചിക്കുക എന്ത് പറയണമെന്ന്. മെയിൻ ക്യാരക്ടർ മൂസാക്ക എന്ന് പറയുന്ന കഥാപാത്രം ബഷീർ സിൽസില ആണെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ 1-2 വാപ്പച്ചി കഥ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എനിക്ക് ആ ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധം തോന്നിയത്. അപ്പോൾ അദ്ദേഹം ആ കഥ കേട്ടതിന് ശേഷം അദ്ദേഹം അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചു പറഞ്ഞു, ശരി നമുക്കത് ചെയ്യാം. പകലൊക്കെ പട്ടിണി, ആ കഞ്ഞി കുടിക്കണമെങ്കിൽ 5-6 കിലോമീറ്റർ നടക്കണം. പോട്ടെ പോട്ടെ, പൈസ ലാഭിക്കാനാ. ഒക്കെ ശരിയാവും. പഠിച്ചോനെ വിശ്വസിച്ചോളി, നേരെയാവും. വരും വരും, ഇന്ന് നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. എന്ത് പറയാനാ പയ്യ, നിങ്ങൾ വന്നേ. പിന്നെ ഡോക്ടർ രാജഗോപാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ നമ്പൂരിച്ചൻ, റോയ്, പിന്നെ ബഷീർ. ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു 3 വർക്ക്ഷോപ്പ് തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തു. അതൊക്കെ വളരെ ഗുണം ചെയ്തു. എൻ്റെ കരിയറിൽ അതൊക്കെ വളരെ ഗുണം ചെയ്തു. കാരണം നമുക്ക് അന്നേരം കിട്ടുന്ന കുറേ നല്ല ക്ലാസ്സുകളും അതൊക്കെ നമുക്ക് സെറ്റിൽ നമുക്ക് ഒരു പ്രയോജനപ്പെട്ടു. കൊല്ലം 60 കഴിഞ്ഞിക്കണ്. നല്ല ഓർമ്മയുണ്ട്. ബാപ്പാന്റെ കയ്യും പിടിച്ച് നടന്നിരുന്ന കാലം. ഉമ്മ പോയ പിന്നെ നാട്ടിലാരും ഇല്ലാണ്ടായി. കടല് കടന്ന് വന്നത് വലിയൊരു ഉരുളി. അങ്ങനെ കാലം കുറെ കഴിഞ്ഞിരിക്കണം. ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ വളരെ വെൽക്കമിങ് പ്രോത്സാഹനങ്ങളാണ് എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലും നല്ല റെസ്പോൺസ് ഉണ്ട്. വളരെ കുറച്ച് ഫിലിമിലുള്ള 1-2 ആൾക്കാർ നമ്മളത് കാണിച്ചു, പ്രിവ്യൂ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ്. പക്ഷെ എന്നാൽ കൂടി നമുക്കറിയാം അതിലെന്തൊക്കെയാണ് അപാകതകൾ. അപ്പം കട മഞ്ചത്തി പെണ്ണോ സൈനബ, അന്നോൾക്ക് 7-8 വയസ്സുണ്ടെന്നാ തോന്നുന്നത്. മികച്ച സാങ്കേതിക മികവോടെയാണ് ഈ കൊച്ചു സിനിമ ഒരുക്കിയിരിക്കുന്നത്. പച്ചപ്പാട്ട് പാവാടി തട്ടു കാതിലലക്കത്തു. സെറ്റിനൊപ്പം ഇതിലെ ഗാനവും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇവിടെ കടല് കിടന്നപ്പോ എല്ലാം പോയി. എല്ലാവരും കൂടി ചേർന്നുള്ളൊരു വലിയൊരു ഒരു ഔട്ട്കമാണ് ഈ സിനിമ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകൾ അതിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളതിനെ വളരെ എന്താ പറയുക, ഒരു ഹമ്പിളായിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. കാര്യം എന്നാലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്താ ഒരു ആൾക്കൂട്ടം? ഇന്നത്തെ മൂസക്ക കട തുറന്നില്ലേ? ആ വന്നേ. മൂസക്ക സൈനബ സൈനബ സൈനബ. വികസനം കുതിച്ചെത്തുമ്പോൾ അരികുവൽക്കരിക്കപ്പെട്ട, കുടിയൊഴിക്കപ്പെട്ട ഒരാളുടെ മുഖമെങ്കിലും സുലൈമാനി പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കി വെക്കാതെ പോകില്ല. സൈനബ